വേണ്ടി പോയപ്പോൾ ഒരു മഗ്‌രിബ് നിസ്കാരത്തിന് അവിടെ ഒരു പള്ളിയിൽ കയറിയപ്പോൾ അവിടുത്തെ ഇമാമ് ഓതുന്നത് ഫാത്തിഹ ഓതിയതൊക്കെ ആകെ തെറ്റ്, എല്ലാം തെറ്റ്. ഫാത്തിഹയ്ക്ക് ശേഷം അടുത്ത സൂറത്ത് തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ്, ഈ സൂറത്ത് ആണ് ഓതിയത്. ഇത് ഓതിയപ്പോൾ ഇമാം ഓതിയത് തബ്ബത്ത് യദാ അബീ ലഹബിൻ വതബ്ബ് എന്നാണ് ഓതിയത്. തപ്പെന്ന് പറഞ്ഞാൽ തമിഴിൽ തെറ്റെന്നാണ്. ഇത് കേട്ടപ്പോൾ കൂടുണ്ടായിരുന്ന രണ്ടുപേരും, തമിഴ്നാട്ടുകാരായിരുന്ന രണ്ടുപേരും, അവർ തിരിച്ച് കൈയഴിച്ചിട്ട് കണ്ടു പോയി. ഹസ്രത്ത് എന്തായാലും കൂടെ തന്നെ കൈയഴിച്ചിട്ട് പോകാതെ കൂടെ തന്നെ നിസ്കരിച്ചിട്ട് പിന്നെ ഒറ്റയ്ക്ക് മഗ്‌രിബ് മടക്കി നിസ്കരിക്കുകയും ചെയ്തു. അപ്പോൾ ഈ സംഭവം ഹസ്രത്തിൻ്റെ മനസ്സിൽ ബാംഗ്ലൂരിൽ ഒരു നല്ലൊരു സ്ഥാപനം തുടങ്ങി. അതിൽ പ്രധാനമായും ഖുർആൻ പഠിപ്പിക്കുന്ന, തജ്വീദ് പഠിപ്പിക്കുന്ന ഒരു പ്രത്യേകിച്ച് അതിന് പ്രത്യേക ഒരു ഫണ്ടായി പ്രത്യേക വിഷയമായി കണക്കാക്കിക്കൊണ്ട് തജ്വീദ് പഠിപ്പിക്കുന്ന അവസ്ഥയിൽ ഒരു സ്ഥാപനം ബാംഗ്ലൂരിൽ ഉണ്ടാക്കണം എന്ന ആ നിയ്യത്തിൻ്റെ പുലർച്ചയാണ് സബീലുർ റഷാദ്. ബാക്കിയത്ത് സ്വാലിഹാത്തിൽ നിന്നും മഹാനവറുകൾ ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ ഉമ്മായും സഹോദരിയും കൂടി 250 രൂപ കൊടുത്തു. ഹസരത്ത് നമ്മളോട് പറഞ്ഞ അങ്ങനെയാണ്, 250 രൂപ. അവർ രണ്ടുപേരും ഉമ്മായും സഹോദരിയും കൂടി 250 രൂപ കൊടുത്തു. അന്നത്തെ 250 65ഓളം വർഷത്തിനപ്പുറം. ആ 250 രൂപയുമായിട്ടാണ് എന്നാ 150, ഞാൻ കേട്ടത് 250 ആണ് ഹസ്രത്ത് പറഞ്ഞു കേട്ടത്. ഉമ്മ 25, രണ്ടുപേരും കൂടിയാണ്. ഉമ്മ 25 രൂപ, സഹോദരി 125 രൂപ. വഫീ റിവായത്തിൽ ഉമ്മ 50 രൂപ, സഹോദരി 200 രൂപ. ഇപ്പോൾ ഇങ്ങനെ സമയത്ത് ഹാക്കാനാണ് ഇങ്ങനെ. ഞാൻ കേട്ടത് അങ്ങനെയാണ് ഹസ്രത്ത് പറഞ്ഞത്. ഉമ്മ 50 രൂപ തന്നു, സഹോദരി 200 രൂപ തന്നു. അതും കൊണ്ട് ഞാൻ നേരെ ഈ പട്ടിക്കാട്ടിൽ, അന്ന് ബാംഗ്ലൂർ നാം പഠിക്കുന്ന സബീൽ ഷാ നിൽക്കുന്ന സ്ഥലം ഒരു പട്ടിക്കാടാണ്, ജനവാസമൊന്നുമില്ലാത്തൊരു പ്രദേശം. ആ പ്രദേശത്ത് കുറേ വസ്തുവാങ്ങി, കുറേ ആളുകളെയൊക്കെ കണ്ടു, സഹായികളായ ചില ആളുകളെയൊക്കെ കണ്ടു. ഏതായാലും കുറച്ച് വസ്തുവൊക്കെ വാങ്ങി ദിവസവും ഇങ്ങനെ സൈക്കിളിനകത്തൊരു മുത്താലിമിനെ പിറകിലിരുത്തിക്കൊണ്ട് ഈ സിറ്റി വന്ന് എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ചുകൊണ്ട് പോയി. അങ്ങനെയാണ് സബീൽ റഷാദ് അവിടെ പ്രവർത്തനം ആരംഭിച്ചത്. മഹാനവറുകളുടെ ഇഖ്ലാസ് അതുകൊണ്ടാണ് ആ സ്ഥാപനം പടർന്ന് പന്തലിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖിയാമത്ത് നാൾ വരെയും അത് നിലനിർത്തുമാറാകട്ടെ. ഈ സബീൽ റഷാദിൽ നമുക്ക് പഠിക്കാനുള്ള അവസരം കിട്ടി. ആ സബീൽ റഷാദ് നമുക്ക് നൽകുന്ന വളരെ പ്രധാനപ്പെട്ട സന്ദേശങ്ങൾ, ധാരാളം സന്ദേശങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം മുസ്ലിം ഉമ്മത്തിൻ്റെ ഐകമത്യം. അതുപോലെ മുസ്ലിം ഉമ്മത്തിന് പുറത്തും ആവശ്യമാകുന്ന ദഅവത്ത്. ഇത് വളരെ പ്രധാനപ്പെട്ട രണ്ട് സന്ദേശങ്ങളാണ്. മഹാനവറുകൾ പലപ്പോഴും കേരളത്തെ സംബന്ധിച്ച് പറയാറുണ്ട്, മലയാളികളെ സംബന്ധിച്ച് പറയാറുണ്ട്, മർക്കസുൽ ഇഖ്തിലാഫി കേരള. അഭിപ്രായ വ്യത്യാസത്തിൻ്റെയൊക്കെ കേന്ദ്രം എവിടമാണ്? കേരളമാണ്. കേരളത്തിൽ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ അഭിപ്രായ വ്യത്യാസമാണ്. ഒരു ചെറിയൊരു മസ്തലയുടെ വിഷയം വന്നാൽ 1-2 പാർട്ടി, ഇങ്ങനെ അങ്ങോട്ട് പല പാർട്ടികളായി ഇങ്ങനെ മാറുന്ന അവസ്ഥാവിശേഷം കേരളത്തിൽ മലയാളികൾ പ്രത്യേകം സൂക്ഷിക്കണം. തമ്മിൽ ഭിന്നതയുണ്ടാകുന്ന കാര്യങ്ങൾ പ്രത്യേകം സൂക്ഷിക്കണം. അങ്ങനെ വരാതെ സൂക്ഷിക്കണം. മുസ്ലിം ഉമ്മത്തിൽ അത് വരേണ്ടുന്നതല്ല. മസ്അലാപരമായി ശാഖാപരമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും. അത് അന്ന് മുതലുണ്ട്, സഹാബത്തിൻ്റെ ഇടയിൽ മുതലുണ്ട്. അത് കാലാകാലം നിലനിൽക്കുകയും ചെയ്യും. അതിനോടൊപ്പം നാം ഒന്നിച്ചു പോകുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകണം. ചെറിയ വിഷയങ്ങളുടെ പേരിൽ ഉണ്ടാകാൻ പാടില്ല. മഹാന്മാരായ ഇമാമികളൊക്കെ നമുക്ക് കാണിച്ചു തന്നതാണ്.
എല്ലാവർക്കും പരിചയമുള്ളതാണ്, കേട്ടിട്ടുള്ളതാണ്. ഇമാം ഷാഫി റഹ്മഹുല്ലാ മഹാനായ അബൂ ഹനീഫ റഹ്മഹുല്ലാഹുവിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ചെന്ന് സുബ്ഹ് നിസ്കരിച്ചപ്പോൾ, ആ നാട്ടിൽ ചെന്ന് സുബ്ഹ് നിസ്കരിച്ചപ്പോൾ മഹാനവറുകൾ എന്ത് ചെയ്തു? ഖുനൂത്ത് ഒഴിവാക്കി. മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാഹുവിനോടുള്ള ആദരവിൻ്റെ പേരിൽ ഇമാം ഷാഫി റഹ്മഹുല്ലാഹുവിൻ്റെ അഭിപ്രായം ഖുനൂത്ത് സുന്നത്താണെന്നാണ്. പക്ഷേ ഖുനൂത്ത് സുന്നത്തില്ല, സുബ്ഹ് നിസ്കാരത്തിൽ ഖുനൂത്ത് സുന്നത്തില്ല എന്ന് അഭിപ്രായപ്പെടുന്ന ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ നാട്ടിൽ ചെന്ന് സുബ്ഹ് നിസ്കരിച്ചപ്പോൾ മഹാനവറുകളെ ആദരിച്ചുകൊണ്ട് സുബ്ഹ് നിസ്കാരത്തിൽ ഖുനൂത്ത് ഓതാതിരിക്കുകയാണ് ഇമാം ഷാഫി റഹ്മഹുല്ലാ ചെയ്തത്. അങ്ങനെ എത്രയോ മാതൃകകൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ വിഷയം വന്നാൽ തന്നെ അതങ്ങ് മറ്റൊരു പാർട്ടിയാകുന്നതിനുള്ള ഒരു വഴിയായിട്ടാണ് നാം കാണുന്നത്. അപ്പം അത്തരത്തിലുണ്ടാകാതിരിക്കണമെന്നത് സബീലുർ റഷാദ് നമുക്ക് പഠിപ്പിച്ച പാഠങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അൽഹംദുലില്ലാ, സബീലുർ റഷാദിൽ നിന്ന് പഠിച്ച് കേരളത്തിലെത്തുന്ന ആലിമീങ്ങൾ അവരിയ്ക്കുന്ന മഹല്ലത്തുകളിൽ മിക്കവാറും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല. ഉമ്മത്തിൻ്റെ ഇടയിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല. പതിവ് എല്ലാവരെയും ഏകോപിപ്പിച്ച് യോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു ശേഷി പൊതുവിൽ സബീലുർ റഷാദിൽ പഠിച്ചിട്ട് വരുന്നവർക്ക് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് നിലനിർത്തി തരുമാറാകട്ടെ. നാം നമ്മുടെ ഇടയിലുണ്ടാകുന്ന ചില്ലറ കാര്യങ്ങൾ, കൊച്ചു വിഷയങ്ങൾ, ആ വിഷയങ്ങളുടെ പേരിൽ നാം പരസ്പരം ഭിന്നിക്കുന്നൊരവസ്ഥ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൻ്റെ ചുവരിൽ